അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ദേവിയെ നല്ലപോലെ കണ്ട് തൊഴുതിറങ്ങി. അതായത് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ഏകദേശം ഒരു 3.5-4 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരിയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും കൂടിയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ വേറെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ വണ്ടിയിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ കണ്ട് നിർത്തി നേരെ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഫാമിലി ഫ്രണ്ട്. അപ്പോൾ ചേച്ചിയുടെ പേര് ബിൻസി എന്നാണ്. അപ്പോൾ അവരുടെ മോനാണിത്. അവൻ്റെ പേര് ബദ്രി എന്നാണ്. അങ്ങനെ ഏട്ടനും വിപിൻ ചേട്ടനും മോനും പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. ഞാനും ചേച്ചിയും ഊണാണ് കഴിച്ചത്. അപ്പം നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഒരുപാട് കറികളുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണിക്കുന്നത് ഏകദേശം ഒരു 6 മണിയൊക്കെ ആവും നമ്മൾ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാനായിട്ട്. നമ്മൾ കന്യാകുമാരിയിലെ സൺസെറ്റ് കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ കാണാൻ സാധിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. അതിന് മുന്നേ നമ്മൾ എത്തിച്ചേരുമെന്ന്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് കാണും ട്രാവലിംഗ് ഇഷ്ടമുള്ളവർ. അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണേ. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സൺസെറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. കാണാൻ പറ്റുമോ എന്ന് ഒരു പിടുത്തമില്ല. കാരണം നമ്മൾ വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത് ഏകദേശം 6 മണിയാവും എന്നാണ്. അപ്പോൾ അതിനെയും കടത്തി വെട്ടിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളിലെല്ലാം കാറ്റാടി യന്ത്രങ്ങളുണ്ട്. അതും പല തരത്തിൽ പല മോഡലുകളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ അവരും ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലും അവർ ബാക്കിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കാറ്റിൻ്റെ വേഗതയിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കന്യാകുമാരിയിലെ വെൽക്കം ബോർഡാണിത്. അപ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് വണ്ടി. അപ്പം ഏകദേശം സമയം ഒരു 5:30 കൊണ്ട് നമ്മൾ അവിടെ എത്തി. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. ഭയങ്കര റഷായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടെന്ന്. അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കണ്ട് മടങ്ങുന്നവരും ഉണ്ട്, കാണാൻ പോകുന്നവരും ഉണ്ട്. പോകുന്ന വഴിയിലെല്ലാം കച്ചവടക്കാരായിരുന്നു. കണ്ണ് മുഴുവൻ കടകളിലേക്കായിരുന്നു. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല. നേരെ കടലൊക്കെ പോയി കാണാമെന്നുള്ള രീതിയിൽ അങ്ങ് നേരെ നടന്നു പോയി. കാരണം തിരിച്ച് നമുക്ക് വരുമ്പോൾ സമയമുണ്ടല്ലോ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള. അതുകൊണ്ട് നമ്മൾ നേരെ സൺസെറ്റ് കാണാനുള്ള ത്രില്ലിൽ നേരെ നടന്നു പോയി. കന്യാകുമാരി ചെന്നിട്ട് റൂം എടുക്കാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. കാരണം നേരത്തെ ഓൺലൈനായിട്ടൊന്നും ബുക്ക് ചെയ്തില്ല. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മൊബൈലിലൊക്കെ നോക്കിയപ്പോൾ 2-3 റൂംസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവസാനം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ കടലെല്ലാം കണ്ടിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ കടല വാങ്ങിച്ചു. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമ്മൾ എവിടെ പോയാലും ഈ ഒരു ഐറ്റം വാങ്ങിക്കും. അങ്ങനെ നമ്മൾ കടല വാങ്ങിച്ചു. നേരെ എന്നിട്ട് ഹോട്ടൽ സമുദ്ര എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ലൊരു ദേവീ ക്ഷേത്രം കൂടിയുണ്ട്. നല്ലൊരു മനോഹരമായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ലഗേജുകളെല്ലാം കൊണ്ട് അവിടെ തന്നെ ആളുകളുണ്ടായിരുന്നു നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർ നമ്മുടെ സാധനങ്ങളെല്ലാം റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന കാരണം നമ്മൾ മുന്നേ കീയൊക്കെ മേടിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പം
ഇതാണ് നമ്മളെടുത്ത റൂം. ഇതുപോലെ തന്നെ തൊട്ടടുത്ത റൂമിലാണ് അവർക്കും എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കന്യാകുമാരിയിലെ പാർട്ട് 1 വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.